ജാതീയതയില്ലാത്ത മതമാണ് ഇസ്ലാം. ഇസ്ലാമിൽ ജാതിയുണ്ടോ നോക്കുപോലെ? ഇസ്ലാമിൽ ജാതിയുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും, സുന്നി, ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ്, സലഫി, തബ്ലീഗ്, ഖാദിയാനി, ഷിയ, റാഫിദി, മുജസ്സിമി, ഇബാദി, ഖുബൂരി, സലഫി, ഖലഫി, ബറേലവി, മുഖദ്ദരി, മുജസ്സിമി എക്സെട്രാ എക്സെട്രാ, ഇങ്ങനെ കുറെ കക്ഷികൾ നമ്മുടെ സമുദായത്തിലുണ്ടല്ലോ. അപ്പോ ഇത് ജാതിയല്ലേ ഉസ്താദ്? ഏതുപോലെ? ആശാരി, മൂശാരി, കോശവൻ, ചെട്ടി, പാണൻ, പൊലയൻ, തീയൻ, ഇഴവൻ, ഒഴവൻ എന്നിങ്ങനെ ഹിന്ദുക്കളില് 170 ചില്ലാനം ജാതി കേരളത്തിലുണ്ട്. 170 ചില്ലാനം ജാതി ഹിന്ദു സമുദായത്തിന്റെ അകത്ത് കേരളത്തിലുണ്ട്. ഇന്ത്യയിലത്തെ കഥയല്ല പറയുന്നത്, കേരളത്തിലെ കഥയാ പറയുന്നത്. അപ്പോ മുസ്ലിങ്ങളുടെ ഇടയിൽ സുന്നി, ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, ഖാദിയാനി, ഷിയ, റാഫിദി, മുജസ്സിമി, ഇബാദി, ഖുബൂരി, സലഫി, ഖലഫി, ഇതും നായരി, തണ്ടാൻ, ചറവൻ, പൊലയൻ, ചെട്ടി, പാണൻ, പൊലയൻ, ചറവൻ പോലെ ജാതിയല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും. അല്ല, ജമാഅത്ത് ഇസ്ലാമി ഒരു ജാതിയല്ല, സലഫി ഒരു ജാതിയല്ല, അത് ഒരു ബിദ്അഈ പ്രസ്ഥാനമാണ്. ഏത് ജമാഅത്ത് ഇസ്ലാമിക്കും എപ്പോ വേണമെങ്കിലും സുന്നിയിലേക്ക് കടന്നു വരാം. ഏത് സലഫിക്കും എപ്പോ വേണമെങ്കിലും അവരുടെ തീവ്രവാദം ഉപേക്ഷിച്ചിട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് കടന്നു വരാം. ഏത് ഖാദിയാനിക്കും ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായിട്ട് അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരാം. ഇസ്ലാമിൽ ജാതിയില്ല. അതേ സമയത്ത് ഒരു നായരിക്കൊന്ന് നമ്പൂരിയാവാൻ പറ്റുമോ? ഒരു ഇഴവനൊന്ന് നായരാവാൻ പറ്റുമോ? ഒരു ചെറമനും ഒരു മുളയനും ഒന്ന് ബ്രാഹ്മണനാവാൻ പറ്റുമോ? സാധ്യമല്ല. അത് ജന്മസിദ്ധമാണ്. അവരുടെ വിശ്വാസം ജനിക്കുമ്പോഴേ ബ്രാഹ്മണൻ ബ്രാഹ്മണനായിട്ടാണ് ജനിക്കുന്നത്, ജനിക്കുമ്പോഴേ ഇഴവൻ ഇഴവനായിട്ടാണ് ജനിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാരണം, ഇസ്ലാമിൽ ജാതിയില്ല എന്ന് പറയുമ്പോൾ, കാസർഗോഡ് ജില്ലയിൽ എനിക്കത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഇവിടെ ഉപ്പള എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. ഉപ്പള, അവിടെ ഹനഫി ബസാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെയുള്ള ഹനഫികളിൽ തുർക്കന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. തുർക്കന്മാർ. ഞാൻ 2008 ഈ കമ്മീഷന്റെ ജഡ്ജിയായി രംഗത്ത് വരുമ്പോൾ അന്ന് എന്റെ കയ്യിൽ കിട്ടിയ ഒരു കേസാണ് തുർക്കന്മാരെ സംബന്ധിച്ചിട്ടുള്ള കേസ്. കാസർകോട്ടെ ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത് തുർക്കന്മാരാരും മുസ്ലിങ്ങളല്ല എന്നാണ്. തുർക്കന്മാര് മുസ്ലിങ്ങളല്ല, അവര് മുസ്ലിം വർഗത്തിൽപ്പെട്ടവരല്ല എന്ന് കാസർഗോഡ് ഡിസ്ട്രിക്ട് കളക്ടറുടെ ഫത്വ ഉള്ളതുകൊണ്ട് ഗവൺമെന്റിന്റെ തലത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ ഉദ്യോഗ സംബന്ധമായ ഒരു ആനുകൂല്യവും കാസർഗോഡ് ജില്ലയിലെ തുർക്കന്മാർക്ക് ലഭിച്ചിരുന്നില്ല. അവർ ഹനഫികളാണ്. ഞാൻ വളരെ നേരത്തെ തന്നെ ഈ ഇവിടെ ഹനഫി ബസാറിലും മറ്റൊക്കെ വാദിന് വന്നതുകൊണ്ട് എനിക്ക് ഈ തുർക്കന്മാരെ സംബന്ധിച്ച് കുറച്ച് വിവരമുള്ളത് കൊണ്ട് ഞാൻ ഒരു സിറ്റിംഗ് തിരുവനന്തപുരത്ത് നിന്ന് ജഡ്ജിയും ഞാനും എല്ലാം കൂടി വന്ന് കാസർഗോഡ് കളക്ടറേറ്റിൽ വെച്ചു. ഈ തുർക്കന്മാർ എന്ന് പറഞ്ഞ വിഭാഗത്തെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി, ബലപ്രയോഗം കൊണ്ട് നടത്തുന്ന പോലെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഞാൻ അവിടെ ആർഗ്യുമെന്റ് ചെയ്തു ആ കോടതിയിൽ, ഇസ്ലാമിൽ ജാതിയില്ല. തുർക്കനായാലും റാവുത്തനായാലും ലബ്ബയായാലും ഷാഫിയായാലും ഹനഫിയായാലും ഹംബലിയായാലും മാലിക്കിയായാലും അതൊന്നും ജാതിയല്ല, അതെല്ലാം ചില വിഭാഗങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഇസ്ലാം മുസ്ലിം ഒറ്റ ജാതിയേ ഉള്ളൂ. ഇസ്ലാമില് മുസ്ലിം എന്ന ഒറ്റ ജാതിയേ ഉള്ളൂ, വേറൊരു കാറ്റഗറി ഇസ്ലാമിലില്ല എന്ന് കോടതിയിൽ ഞാൻ ആർഗ്യുമെന്റ് നടത്തുകയും അത് കോടതി അംഗീകരിക്കുകയും ആ ജഡ്ജ്മെന്റിന്റെ വെളിച്ചത്തില് കാസർഗോഡ് ജില്ലയിൽ ഗവൺമെന്റ് ആനുകൂല്യം നിഷേധിക്കപ്പെട്ട് കിടന്നിരുന്ന തുർക്കന്മാർ എന്ന് പറയുന്ന ഹനഫി വിഭാഗത്തെ കേരളത്തിൽ ഇപ്പം മുസ്ലിങ്ങളുടെ പട്ടികയിൽ മൊത്തം അവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തെറ്റിദ്ധാരണ കൊണ്ട് വന്നു പോകുന്നതാണ്. ചിലർ കുട്ടികളെ സ്കൂളിൽ ചേർത്താൻ പോകുമ്പോ ഹെഡ്മാസ്റ്റർ ചോദിക്കും, കുട്ടിയുടെ പേരെന്താ? അബൂബക്കർ. മതമേതാ? ഇസ്ലാം. ജാതി ഏതാ? മത ഇസ്ലാമാണെങ്കിൽ ജാതി ഏതാന്ന് ചോദിക്കുമ്പോ
മതമേതാ ഹിന്ദു, ജാതിയേതാ നായര്, മതമേതാ ഹിന്ദു, ജാതിയേതാ ബ്രാഹ്മണൻ, മതമേതാ ഹിന്ദു, ജാതിയേതാ തീയൻ എന്ന് പറയുന്ന പോലെ മതമേതാ ഇസ്ലാം, ജാതി ഏതാന്ന് ചോദിച്ചപ്പോ കാസർഗോഡ് ജില്ലയിലെ തുർക്കന്മാർ പറഞ്ഞു കൊടുത്തു ജാതി തുർക്കൻ, മതം ഇസ്ലാം. ഇതാണ് കുഴപ്പമുണ്ടാക്കിയത്. SSLC കുട്ടി പരീക്ഷ പാസ്സായി വന്നപ്പോ ജാതി SLC ബുക്കിൽ എഴുതി ജാതി തുർക്കൻ, മതം ഇസ്ലാം. ഇസ്ലാം ജാതിയായ, ഇസ്ലാം മതമായ തുർക്കൻ ജാതിയായ ഒരു സമുദായം, അങ്ങനെ ഒരു സംഭവമില്ല. അതുകൊണ്ട് ഗവൺമെന്റ് അവരെ പിന്തള്ളപ്പെട്ടു. അതുകൊണ്ട് ഇനി നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലുമൊക്കെ സ്കൂളിലേക്ക് ചേർക്കാൻ കൊണ്ടുപോകുമ്പോൾ ജാതി ഏതാന്ന് ചോദിച്ചാൽ മുസ്ലിം എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. മതം ഏതാന്ന് ചോദിച്ചാൽ ഇസ്ലാം, ജാതി ഏതാന്ന് ചോദിച്ചാൽ മുസ്ലിം എന്ന് മാത്രമേ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. അല്ലാതെ എഴുതിയാൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന, നമുക്ക് കിട്ടേണ്ട, ഗവൺമെന്റ് തലത്തിൽ നിന്ന് കിട്ടേണ്ട വിദ്യാഭ്യാസ ഉദ്യോഗപരമായ ആനുകൂല്യങ്ങൾ മുഴുവൻ നശിച്ചു പോകുമെന്ന് ഇതിന്റെ ഇടയിൽ സാന്ദർഭികമായി ഞാനൊന്ന് ഉണർത്തിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇസ്ലാമിനെ ഇവിടെ വളർത്തിയത് രണ്ട് കാര്യമാണ്: ഇസ്ലാമിന്റെ സാഹോദര്യം, ഇസ്ലാമിന്റെ വിനയം, ഇസ്ലാമിന്റെ വിട്ടുവീഴ്ച, ഇസ്ലാമിന്റെ ഔദാര്യം. അതാണ് ലോകത്ത് ഇസ്ലാമിനെ വളർത്തിയത്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു കേരളത്തിൽ വന്ന് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയപ്പോൾ കുമാരനാശാന്റെ ദുരവസ്ഥയിൽ പറഞ്ഞതും അതാണ്: തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തോർ തമ്മിലുള്ളാത്തൊരിങ്ങിനെ വട്ടല്ല ഹോജാതി കോമരങ്ങൾ, ആട്ടും വിലക്കും വഴിയാട്ടും മറ്റും ഈ കൂട്ടർ സഹിച്ച് പൊറുതിമുട്ടി വിട്ടതാം ഹിന്ദു മതം ജാതിയാൽ താന് കെട്ടു കഴിഞ്ഞ നമ്പൂരി മതം. കേരളത്തിങ്കൽ മുസൽമാൻ പശ്ചിമ പാരങ്ങളിൽ നിന്നു വൻകാടലിൽ ചീറും തിരകൾ കടന്നോരിമാലയ മേറിയ വന്നവരേറെയില്ല. ഹിമാലയ പർവ്വതം കടന്ന് അറബിക്കടൽ നീന്തിക്കടന്നു വന്ന മുസ്ലിമീങ്ങളെ ഏറെയില്ലായിരുന്നു. അവർ 14 പേരാണ് കേരളത്തിലേക്ക് വന്ന് ഇസ്ലാം മത പ്രചരണം നടത്തിയതെന്നു. ആ 14 പേര് നടത്തിയ മുസ്ലിമീങ്ങളാണെന്ന് ഇന്ത്യയിലുള്ള 18 കോടി മുസ്ലിമീങ്ങള്. അതിന്റെ അഭിമാനപൂരിതമായ ആളുകളാണ് കേരളക്കരയിലുള്ള മുസ്ലിമീങ്ങളായ നമ്മള്. ഇസ്ലാം മതം ഇവിടെ വളർന്നത് ജാതിക്കെതിരെ നിലകൊണ്ട കാരണം കൊണ്ടാണ്. ബ്രാഹ്മണന്മാര് മുസ്ലിമായിട്ടുണ്ട്, നായന്മാര് മുസ്ലിമായിട്ടുണ്ട്, ചർമ്മക്കള് മുസ്ലിമായിട്ടുണ്ട്, പട്ടികജാതിക്കാര് മുസ്ലിമായിട്ടുണ്ട്, പട്ടികവർഗക്കാര് മുസ്ലിമായിട്ടുണ്ട്. അവരൊക്കെ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നറിയോ? ആദ്യാരടുത്ത് തങ്ങളിരിക്കുന്നു, തങ്ങളുടെ അടുത്ത് മുസ്ലിയാരിരിക്കുന്നു, അപ്പുറത്ത് കൂലിപ്പണിക്കാരിരിക്കുന്നു, അപ്പുറത്ത് പാവപ്പെട്ടവനിരിക്കുന്നു, അപ്പുറത്ത് കറുത്തവനിരിക്കുന്നു, ഇപ്പുറത്ത് വെളുത്തവനിരിക്കുന്നു. ഇങ്ങനെ തുല്യതയോടെ ഇരിക്കാനും തുല്യത അനുഭവിക്കാനും പറ്റുന്ന ഏക മതം ഇസ്ലാം മതം തന്നെയാണ്. നമ്മളിവിടെ താജുൽ ഉലമാ സൗദം വിദാ ഇനാഗുറേഷന് വേണ്ടി, ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിർമ്മിച്ച ഒരു പള്ളിയാണ് മസ്ജിദുൻ നബവി. അല്ലാഹുവിന്റെ റസൂൽ ശിരസിൽ കല്ലേറ്റിക്കൊണ്ടുപോയി നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ മുഅദ്ദിനാക്കി വെച്ചതാരെയാണ്? സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഒരു പള്ളിയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാരാ? പള്ളിയിലെ ഖത്തീബല്ല, പള്ളിയിലെ ഇമാമും അല്ല. ഒരു പള്ളിയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ പള്ളിയിലെ മുഅദ്ദിനാണ്. മുഅദ്ദിൻ എന്നാണ് പറയേണ്ടത്. അതിന്റെ പ്രൊനൗൺസിയേഷൻ ശരിക്കും പറയാൻ കിട്ടാത്ത ആളുകള്, മുഅദ്ദിൻ എന്ന് പറയാൻ കിട്ടാത്ത ആളുകള് മലയാളത്തിൽ ബാങ്ക് വിളിക്കുന്ന ആള് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ പ്ലീസ് ഡോണ്ട് ടോക്ക് മുക്രി. ഇപ്പൊ നമ്മുടെ പള്ളിയിലൊക്കെ ബാങ്ക് വിളിക്കുന്ന ആളുകളെ നമ്മൾ എന്താ വിളിക്കുക? മുക്രി. എന്തി മുക്രി? അത് ആ സ്ഥാനത്തെ നിന്ദിക്കലാണ്. ആ സ്ഥാനത്തെ നിന്ദിക്കലാണ്. മുക്രിയല്ല, മുഖരി ആണ്. മുഖരി അത് നിങ്ങൾക്ക് പറയാൻ കിട്ടില്ല. കിട്ടണത് എന്തും വിളിച്ചു കൂവരുത്. പള്ളിയിലെ ഏറ്റവും വലിയ അധികാരി പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാണ്, അല്ലെങ്കിൽ മുഖരിയാ. അതിന് കിട്ടാത്തവൻ പറയാ ബാങ്ക് വിളിക്കുന്ന ആള്. അയാൾ ആരാ? ബാങ്ക് വിളിക്കുന്ന ആളാ, കുഴപ്പമില്ല. ആ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യപ്പെടും. മുഅദ്ദിനിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയുമ്പോഴാണ്
ഇസ്ലാമിലെ ഖതീബിനേക്കാൾ, ഖാദിയേക്കാൾ, ഇമാമിനേക്കാൾ ഇസ്ലാമിൽ സ്ഥാനമുള്ളത് പള്ളിയിലെ മുഅദ്ദിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 7 വർഷം പ്രതിഫലം ആഗ്രഹിക്കാതെ ആരെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ ഉതിബലഹു ബറാഅത്തും മിനന്നാർ, അവന് നരകം ഹറാമായി എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ ആദ്യത്തെ ജുമാഅത്ത് പള്ളിയായ കൊടുങ്ങല്ലൂർ ചേരമാമ്പള്ളി 50 കൊല്ലം തുടർച്ചയായി ബാങ്ക് വിളിച്ച സയ്യിദ് മുഹമ്മദ് സാഹിബ് കഴിഞ്ഞ കൊല്ലമാണ് മരണപ്പെട്ടു പോയത്. ചേരമാമ്പള്ളിയിൽ 50 കൊല്ലം തുടർച്ചയായി മുഅദ്ദിനായി മുഖരിയായി ബാങ്ക് വിളിച്ച സയ്യിദ് മുഹമ്മദ് സാഹിബ് കഴിഞ്ഞ കൊല്ലമാണ് മരണപ്പെട്ടു പോയത്. പള്ളിയിൽ ഒരാൾ ഒരു വട്ടം ബാങ്ക് വിളിച്ചാൽ അവന്റെ ഖബറിൽ അല്ലാഹു ഒരു ലൈറ്റ് തന്നെ സമ്മാനിക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പള്ളിയിലെ മുഅദ്ദിനിന്റെ ജോലി, മുഖരിന്റെ ജോലി, അതേ ബാങ്ക് വിളിക്കുന്ന ജോലി അത് നിസ്സാരമായി കണക്കാക്കപ്പെടരുത്. പക്ഷേ നല്ല ഈണത്തിലും നല്ല ശബ്ദത്തിലും നല്ല അർഹതയുമുള്ള ആളുകളാകണം ബാങ്ക് വിളിക്കാൻ നിൽക്കുന്നത്. പള്ളിയിലെ മുഅദ്ദിനായി സഖാഫിമാരി വരട്ടെ, പള്ളിയിലെ മുഅദ്ദിനായി ബാഖവിമാരി വരട്ടെ, പള്ളിയിലെ മുഅദ്ദിനായി മഅദനിമാരി വരട്ടെ, പള്ളിയിലെ മുഅദ്ദിനായി സഅദിമാരി വരട്ടെ, പള്ളിയിലെ മുഅദ്ദിനായി സനദുള്ള ഉസ്താദുമാരി വരട്ടെ. അപ്പോഴാണ് അതിന്റെ ക്രെഡിബിലിറ്റി മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരോ അഡ്രസ് ഇല്ലാത്തവരെ പിടിച്ച് 500 രൂപയുടെയോ 1000 രൂപയുടെയോ ലാഭത്തിന് വേണ്ടി നിങ്ങൾ പള്ളിയിൽ മുഅദ്ദിനാക്കി വെക്കുന്ന ഏർപ്പാട് നിർത്തിവെക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് ഇസ്ലാമിൽ ഏറ്റവും കീപ്പ് ചെയ്യപ്പെടേണ്ട പോസ്റ്റാണ്. മദീനയിലെ പള്ളിയില് അല്ലാഹുവിന്റെ റസൂൽ പള്ളി ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ മുഅദ്ദിനായി അവരോധിച്ചത് ആരെയാണെന്നറിയോ? സയ്യിദുനാ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു ആരാണ്? ആഫ്രിക്കക്കാരനാണ്, സുഡാനിയാണ്, മൂക്ക് ചപ്പിളിച്ചു പോയ ആളാണ്, മുടി ചുരുണ്ടു പോയ ആളാണ്, കറുത്താളാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലെ പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം, ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്ക് വിളി കേട്ടുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹിക്ക് വരുന്നത്. ആ ബാങ്ക് വിളി കേട്ടുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് സുബഹിക്ക് വരുന്നത്. ആ ബാങ്ക് വിളി കേട്ടുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നത്. ഇത്രയും വലിയ സ്ഥാനമുള്ള ആ പദവി ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ നൽകിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നിട്ട് പറഞ്ഞു, യാ ഹബീബി യാ റസൂലല്ലാഹ്, നബിയേ, മദീനയിലെ പള്ളിയിലെ മുഅദ്ദിൻ എന്ന് പറയുന്ന പോസ്റ്റ്, ആ മുഖരി എന്ന് പറയുന്ന പോസ്റ്റ് ബിലാലിന് കൊടുത്തത് ശരിയല്ല. ബിലാല് കറുത്തവനാണ്, അടിമയാണ്, മൂക്ക് ചപ്പിളിച്ചു പോയവനാണ്, സുഡാനിയാണ്, നീഗ്രോ ആണ്, കാണാൻ ഭംഗിയില്ലാത്ത ആളാണ്. അതുകൊണ്ട് ബിലാലിനെ മദീനയിലെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ട് പകരം എന്നെ ആ സ്ഥാനത്ത് വെക്കണമെന്ന് കാല ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാം മതത്തിലുള്ള സ്ഥാനം എത്രയാണ്, സ്റ്റാറ്റസ് എത്രയാണ്, സ്റ്റാൻഡേർഡ് എത്രയാണ്? ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദ് ലാ നബിയ്യ ബഅദി അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്റെ ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ മുസൈലിമത്തുൽ കദ്ദാബ് കള്ളനാണ്, അസ്വദുൽ അൻസി കള്ളനാണ്, മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി കള്ളനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം ഒരു നബി ഇല്ലേ ഇല്ല, വരാൻ പോകുന്നുമില്ല. ലൗ കാന ബഅദി നബിയ്യുൻ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, എന്റെ ശേഷം ഒരു നബിക്ക് സാധ്യത ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്, അത് ഖത്താബിന്റെ മകനായ ഉമറാണ് നബിയാവാനുള്ള എല്ലാ യോഗ്യതയുമുള്ള ആള്. പക്ഷേ ലാ നബിയ ബഅദി, എന്റെ ശേഷം നബിയില്ല.
അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ, ഞാൻ അവസാനത്തെ പ്രവാചകനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം നബി ഇല്ല. അതുകൊണ്ട് മുസൈലിമത്തുൽ കദ്ദാബ് കള്ളനാണ്, മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി കള്ളനാണ്, മറ്റുള്ള കള്ളപ്രവാചകന്മാര് വന്നവരൊക്കെ കള്ളന്മാരാണ്, അവരെ വിശ്വസിക്കാൻ വയ്യാത്തവരാണ്. അല്ലാഹുവിന്റെ റസൂൽ മാത്രമല്ല പറഞ്ഞത്, ഖുർആനും പറയുന്നു, മാ കാന മുഹമ്മദുൻ നബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വ ഖാതിമുൻ നബിയ്യീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ നിങ്ങളുടെ ആരുടെയും സംരക്ഷകനല്ല, ലോക്കൽ ഗാർഡിയനല്ല. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലാകിൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്, കേവലം റസൂലല്ല. വ ഖാതിമുൻ നബിയ്യീൻ, പ്രവാചകന്മാർക്ക് സമാപനം കുറിക്കാൻ വേണ്ടി വന്ന ഖാതിമുർ റസൂലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖാതിമുൽ അംബിയാ, അമ്പിയാക്കൾക്ക് സമാപനം കുറിക്കാൻ വേണ്ടി വന്ന ആളാണ്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിലെ പള്ളിയില് നബിയെ ബാങ്ക് വിളിക്കുന്ന ഡ്യൂട്ടി എനിക്ക് കിട്ടണം. ബിലാലിന് കൊടുത്തത് ശരിയല്ല. ബിലാൽ കറുത്തവനാണ്, നീഗ്രോ ആണ്, അതുകൊണ്ട് ആ ഡ്യൂട്ടി എനിക്ക് കിട്ടണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, നീ ആള് ചില്ലറക്കാരനല്ല, നീ മഹാനാണ്, നീ വലിയ ആളാണ്, ഇസ്ലാം മതത്തിൽ നിനക്ക് വലിയ സ്റ്റാറ്റസ് ഉണ്ട്. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലെ പള്ളിയിലെ ബാങ്ക് വിളിക്കട്ടെ. ഇസ്ലാമിൽ കറുത്തവനില്ല ഉമറേ, ഇസ്ലാമിൽ വെളുത്തവനില്ല ഉമറേ, ഇസ്ലാമിൽ ഗോത്രമഹിമയില്ല ഉമറേ, ഇസ്ലാമിൽ തറവാട് മഹിമയില്ല ഉമറേ. അതുകൊണ്ട് ബിലാലിന്റെ ബാങ്ക് കേട്ടുകൊണ്ട് തന്നെ ഉമർ മദീനയിലെ പള്ളിയിൽ നിസ്കരിക്കാൻ വരട്ടെ. ബിലാലിന്റെ ബാങ്ക് കേട്ടുകൊണ്ട് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി, തൊലിവെളുത്ത ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ധാമമായ മുഹമ്മദുർ റസൂലുള്ളാഹി, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേട്ടുകൊണ്ട് തന്നെ മദീനയിലെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വരുന്നു. എല്ലാ സ്വഹാബത്തും വരുന്നു. ഇതാണ് ഇസ്ലാം മതം. ഈ ഇസ്ലാമിന്റെ ജാതീയതയില്ലാത്ത, വംശീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത, തമ്മിത്തല്ലില്ലാത്ത പ്രചരണം കണ്ടിട്ടാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ കൂട്ടത്തോടെ ഇസ്ലാം മതത്തിലേക്ക് കയറി വന്നത്. അങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ 96 ലക്ഷവും ഭാരതത്തിൽ 18 കോടിയും ലോകത്ത് 138.4 കോടി മുസ്ലിംകൾ ലോകത്ത് ഇപ്പോഴുണ്ട്. ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും, ഏത് നിഗൂഢ ശക്തികൾ അല്ലാഹുവിന്റെ ദീനിന് നേരെ നിന്നാലും അല്ലാഹു പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ഖുർആൻ ഇറക്കിയവൻ ഞാനാണ്, അതിനെ സംരക്ഷിക്കുന്നവൻ ഞാനാണ്. അല്ലാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന മതം ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അത് ഇസ്ലാം ദീൻ മാത്രമാണ്. എന്തുകൊണ്ട്? ലോകത്ത് ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം. ഇസ്ലാം വളരുന്നത് ആദർശം കൊണ്ട്. ഇപ്പോഴും ഇസ്ലാം വളരെയാണ്, തളരെയല്ല കേട്ടോ മോനെ. നോക്ക്. ഇപ്പൊ ഇറാഖില് ഒരു ദിവസം 1000കണക്കിന് മുസ്ലിങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്. യമനില് അമേരിക്ക സൗദി അറേബ്യനെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിമിനെ കൊണ്ട് തന്നെ മുസ്ലിമിനെ കൊല്ലിപ്പിക്കുക എന്നുള്ള അമേരിക്കയുടെ കുരുട്ടുബുദ്ധി. യമനിൽ അമേരിക്ക ചെയ്യുന്നത് സൗദിയുടെ പോർവിമാനങ്ങളെ കൊണ്ട് യമനികളുടെ തലക്ക് മുകളിൽ ബോംബിട്ടിട്ട് യമനികളെ കൊല്ലിപ്പിക്കുന്നു. ഇറാഖിന്റെ തലക്ക് മുകളില് IS എന്ന് പറയുന്ന ഭീകര സംഘടന ഉണ്ടാക്കിയത് ആരാണ്? അമേരിക്കയാണ്. ബ്രിട്ടന്റെ പ്രസിഡന്റ് ആയിരുന്ന ടോണി ബ്ലെയർ ആണ്. അമേരിക്കയുടെ മുമ്പത്തെ പ്രസിഡന്റായ W ബുഷ് ആണ്. രണ്ടുപേരും ലോകത്തോട് തുറന്നു പറഞ്ഞില്ലേ, ഞങ്ങളാണ് IS ഉണ്ടാക്കിയത്. അബൂബക്കർ അൽ ബഗ്ദാദി മുസ്ലിമല്ല, യഹൂദിയാണ്. എന്നിട്ട് IS എന്ന് പറയുന്ന ഭീകര സംഘടന അത് ഇസ്ലാമിന്റെ പേര് വെച്ച് കെട്ടിയിട്ട് അവർ ചെയ്യുന്ന സകല കുരുത്തക്കൊടും നമ്മുടെ പേരിൽ വെച്ച് കെട്ടുകയാണ് അമേരിക്ക. നമ്മളെ മൊത്തം ഭീകരന്മാരും തീവ്രവാദികളുമാക്കി മാറ്റുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ അമേരിക്ക ഇറാഖിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നു, ഇറാനിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നു, ലിബിയയിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നു, യമനിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നു. ലോകത്തിന്റെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളെ ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കിയിട്ടും ലോകത്ത് മുസ്ലിമിന്റെ ജനസംഖ്യ പരിശോധിക്കുമ്പോ മുസ്ലിങ്ങൾ പോപ്പുലേഷനിൽ മുന്നിലാണ്. എന്താ കാരണം?
ഒരു പത്രം ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രം എഴുതി, മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാനുള്ള കാരണം. അതിൽ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും അധികം മുസ്ലിങ്ങൾ ഉള്ളത്, ജനസംഖ്യ വർദ്ധിക്കുന്നത് 1 ജമ്മു കാശ്മീരിലാണ്, 2 കാസർഗോഡല്ല മലപ്പുറത്താണ്. മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ജനസംഖ്യ വർദ്ധിക്കുന്നത് 1 ജമ്മു കാശ്മീരിലാണ്, 2 മലപ്പുറത്താണ്. ഈ പത്രക്കാരൻ എഴുതി മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കാനുള്ള കാരണം അവരുടെ ആദർശമല്ല, പിന്നെ ഓരോ മുസ്ലിമും 4ഉം 5ഉം 6ഉം കല്യാണം കഴിക്കും. ഓരോ ഭാര്യമാരിലും 10ഉം 15ഉം 20ഉം മക്കളെ ഉണ്ടാകും. അപ്പോ ഒരാളൊരു 4 പെണ്ണ് കെട്ടി 4 ഭാര്യമാരിൽ 10 മക്കളുണ്ടെങ്കിൽ ഒരാൾക്ക് 40 കുട്ടികളായി. ഈ 40 കുട്ടികൾക്ക് ഓരോ കുട്ടികളുണ്ടാകുമ്പോ 80 കുട്ടികളായി. അതിന്റെ പേരെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളും എല്ലാം കൂടി കൂട്ടിയ ഒരു കുടുംബത്തിൽ ഒരു 150-200 ആളായി. എന്നിട്ട് ഇവൻ നമ്മളെ കളിയാക്കിയിട്ട് എഴുതി, ആചാര്യ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ മക്കളുടെയും പേരക്കുട്ടികളുടെയും വോട്ട് കൊണ്ട് മാത്രം മഹാഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന അവസ്ഥയാണ് മുസ്ലിം സമുദായത്തിൻ്റെത്. അങ്ങനെ ഇഷ്ടം പോലെ പെണ്ണുകെട്ടി ഇഷ്ടം പോലെ കുട്ടികളെ ഉണ്ടാക്കിയിട്ടാണോ കേരളത്തിൽ 96 ലക്ഷം മുസ്ലിങ്ങളുള്ളത്, ഭാരതത്തിൽ 18 കോടി മുസ്ലിങ്ങളുള്ളത്, ലോകത്ത് 132 കോടി മുസ്ലിങ്ങളുള്ളത്? തെറ്റാണത്. നിങ്ങൾ ഈ ഇരിക്കുന്ന സദസ്സിൽ മേർക്കളയിൽ ഇവത്ര ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഒരു സർവേ നടത്തി കളയാം. ഇവിടെ 2 പെണ്ണ് കെട്ടിയവർ എത്ര ആളുണ്ട് എന്ന് ചോദിച്ചാൽ കയ്യുവൊക്കൊന്നും വേണ്ട. അത് ഒരു ന്യൂനതയായതിന്റെ പേരിലൊന്നുമല്ല. 2 പെണ്ണ് കെട്ടിയവർ, രണ്ടാമത്തൊരു കല്യാണം കഴിച്ചവർ ഈ മേർക്കളയില് 1% കൂടില്ല എന്ന കാര്യത്തില് എനിക്ക് പറയാൻ വേറെ ഒരു സർവേ റിപ്പോർട്ട് ആവശ്യമില്ല. കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ മുസ്ലിങ്ങൾ ബഹുഭാര്യത്വത്തിൽ പിറകിലാ കിടക്കുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം ബഹുഭാര്യത്വം നടക്കുന്നത് ബ്രാഹ്മണ സമുദായത്തിന്റെ ഇടയിലാണ്. പെർസെന്റേജ് 6%. 6% ബഹുഭാര്യത്വം നിലനിൽക്കുന്നത് ബ്രാഹ്മണ സമുദായത്തിന്റെ, ഹിന്ദുക്കളിലെ സവർണ വിഭാഗമായ ബ്രാഹ്മണന്മാരുടെ ഇടയിലാണ് ഏറ്റവും അധികം ബഹുഭാര്യത്വമുള്ളത്, മുസ്ലിങ്ങളിലല്ല. പിന്നെ ഈ മുസ്ലിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായത്? എങ്ങനെ? ഇസ്ലാമിന്റെ ആദർശ പ്രസ്ഥാനം കണ്ടിട്ട്, ഇസ്ലാമിന്റെ ആദർശം കണ്ടിട്ട്, കേട്ടിട്ട്, മനസ്സിലാക്കിയിട്ട് കൂട്ടത്തോടെ ആളുകൾ ഇസ്ലാമിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തോടെ ആളുകൾ ഇപ്പോഴും ഇസ്ലാമിൽ, നിങ്ങൾ പൊന്നാനി മാവൂനത്തുൽ ഇസ്ലാം സഭയിലത് പോയി നോക്ക്. മതം പരിവർത്തനം ചെയ്തവർക്ക് മതം പഠിപ്പിച്ചു കൊടുക്കാൻ ഗവൺമെന്റ് അംഗീകരിക്കപ്പെട്ട കേരളത്തിലെ ഒരു സ്ഥാപനമാണ് പൊന്നാനി മാഊനത്തുൽ ഇസ്ലാം സഭ. അവിടെ ഒന്ന് പോയി നോക്കി. ഒരു ദിവസം 50 ആള്, 100 ആള്, 200 ആള്, 500 ആള്, 100 ആള്, 50 ആള് വെച്ചിട്ട് ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരികയാണ്. നമ്മുടെ വായത് കേട്ടിട്ടൊന്നല്ല, നമ്മൾ വായത് പറഞ്ഞിട്ടുമല്ല, അല്ല ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കറാബത്തുമല്ല, സലഫികളുടെ കുദറത്തുമല്ല കേട്ടോ. അല്ലാഹുവിന്റെ ദീന് വായിച്ചിട്ട് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചിട്ട്, അല്ലാഹുവിന്റെ മഹാന്മാരെ പറ്റി വായിച്ചിട്ട്, അറിഞ്ഞിട്ട് കൂട്ടത്തോടെ ഇസ്ലാം മതത്തിലേക്ക് കയറി വരികയാണ് അവരൊക്കെ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ നമ്മൾ പരസ്പരമുള്ള തമ്മിത്തല്ലും തെറിവിളിയും കൊലവിളിയും ഒക്കെ നിർത്തിവെക്കേണ്ട കാലമെന്തോ കഴിഞ്ഞു പോയിരിക്കുകയാണ്. വിഭാഗീയതയുടെ പേരിൽ, ഗ്രൂപ്പീസത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അഭിപ്രായ വ്യത്യാസം ഇന്ന് തുടങ്ങിയതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ സമുദായത്തിന്റെ അകത്ത്. അത് സിദ്ദീഖുൽ അക്ബറിന്റെ കാലം വന്നപ്പോ ശകലം പൊങ്ങിയിട്ടുണ്ട്. അത് ഉമർ ബിൻ ഖത്താബിന്റെ കാലം വന്നപ്പോ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അത് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലം വന്നപ്പോ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അത് അലിയാരുടെ കാലം വന്നപ്പോ മൂർധന്യാവസ്ഥയിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 4ാമത്തെ ഖലീഫയാണ്. 4ാം ഖലീഫയായി അലിയാരെ ബയ്യത്ത് ചെയ്യാൻ ബഹുഭൂരിപക്ഷം സ്വഹാബത്തും തയ്യാറായപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു
അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യം സൂക്ഷിക്കുന്ന സഹാബിയാണ് സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു. ഒരു വാദം ഉന്നയിക്കുകയാണ്, നാലാം ഖലീഫയാകേണ്ട ആള് അലിയല്ല, ഞാനാണ്, അതുകൊണ്ട് എന്നെ ബയ്യത്ത് ചെയ്യണമെന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ഒരു വാദം ഉന്നയിച്ചപ്പോ ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അടക്കമുള്ള പല പല സഹാബാക്കളും മുആവിയത്തിനെ ബയ്യത്ത് ചെയ്തു. ഭൂരിപക്ഷത്തിൽ വരുന്ന മഹാഭൂരിപക്ഷം സഹാബത്ത് അലിയാരെ ബയ്യത്ത് ചെയ്തു. അലിയാരാണോ ശരി, മുആവിയാണോ ശരി? അലിയാരാണോ ശരി, മുആവിയാണോ ശരി? മുസ്ലിം സമുദായം കാര്യം മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ തർക്കിക്കുന്നത് അവനാണ് ശരി, നമ്മളാണ് ശരി. ആ സംഘടന ഒറിജിനൽ സംഘടനയല്ല, ഞങ്ങളുടെ സംഘടനയാണ് ഒറിജിനൽ സംഘടന. മറ്റോന്റെ സംഘടന ഒറിജിനൽ സംഘടനയല്ല, ഞങ്ങളുടെ സംഘടനയാണ് ഒറിജിനൽ സംഘടന. സുന്നത്ത് ജമാഅത്ത് വന്നേ ഉള്ളൂ, എല്ലാം സത്യമാണ്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് വന്നേ ഉള്ളൂ, എല്ലാം സത്യമാണ്. ഇസ്ലാം ഇപ്പൊ നമ്മൾ 4 മദ്ഹബുണ്ട്. ഏതാ ശരി? നമ്മുടെ ഈ കൂട്ടത്തിൽ ഹനഫികൾ ഉണ്ടാവും, ചിലപ്പോൾ ഷാഫി ഹനഫി 2 മദ്ഹബ് എവിടെ കാണും? ഹംബലി ഉണ്ടാവാൻ സാധ്യതയില്ല, മാലിക്കി ഉണ്ടാവാൻ അത്രയും സാധ്യതയില്ല. ഹനഫികളും ഈ കാസർഗോഡ് ജില്ലയിൽ പല ഭാഗങ്ങളിലും ഹനഫികളുണ്ട്. തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്, അതുപോലെ തന്നെ കൊല്ലത്തുണ്ട്, അത് തിരുവനന്തപുരത്തുണ്ട് ഹനഫികളുണ്ട്, കുറച്ച് ഹനഫികളുണ്ട്. അപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാട്ടില് ഹനഫികളുണ്ട്. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ മദ്ഹബ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബായ ഹനഫി മദ്ഹബാണ്. 2ാം സ്ഥാനത്ത് വെക്കുന്ന മദ്ഹബാണ് ഷാഫി മദ്ഹബ്. കേട്ടോ, ഒന്ന് ഏറ്റവും അധികം ആളുകൾ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന മദ്ഹബ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബായ ഹനഫി മദ്ഹബാണ്. എന്നാൽ ഹനഫിയാണോ ശരി, ഷാഫിയാണോ ശരി? നമ്മളെ ഭൂരിപക്ഷവും ഷാഫിയാക്കളാണ്. നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഷാഫി നിയമമാണ്. നമ്മുടെ പള്ളിയിൽ നിസ്കാരം നടത്തുന്നത് ഷാഫി മദ്ഹബ് പ്രകാരമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, ഹനഫിയാണോ ശരി, ഷാഫിയാണോ ശരി? ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബായ അബൂ ഹനീഫ തങ്ങൾ കോർവ ചെയ്ത ഹനഫി മദ്ഹബും ശരിയാണ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ക്രോഡീകരിക്കപ്പെട്ട ഷാഫി മദ്ഹബും ശരിയാണ്. മാലിക്കി ഇമാം റളിയല്ലാഹു അൻഹു ക്രോഡീകരിക്കപ്പെട്ട മാലിക്കി മദ്ഹബും ശരിയാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ക്രോഡീകരിക്കപ്പെട്ട ഹംബലി മദ്ഹബും ശരിയാണ്. നിങ്ങൾ നോക്ക്, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ് മദ്ഹബിന്റെ 3 മദ്ഹബിന്റെ ഇമാമികളുടെയും ഉസ്താദിന്റെ ഉസ്താദാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫയുടെ ശിഷ്യനാണ് മാലിക്കി ഇമാം റളിയല്ലാഹു അൻഹു. മാലിക്കി ഇമാമിന്റെ ശിഷ്യനാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. മാലിക്കി ഇമാം ഷാഫി ഇമാമിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഷാഫി ഇമാം മാലിക്കി ഇമാമിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മാലിക്കി ഇമാമിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? മാലിക്കി ഇമാം അബൂ ഹനീഫനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? മസ്അലയിൽ എതിരുണ്ട്. ഷാഫി ഇമാം പറഞ്ഞ മസല മാലിക്കി ഇമാമിനെതിരായിട്ടുണ്ട്. മാലിക്കി ഇമാം പറഞ്ഞ മസല ഷാഫി മദ്ഹബിനെതിരായിട്ടുണ്ട്. ഷാഫി ഇമാം പറഞ്ഞത് ഹനഫി മദ്ഹബിനെതിരായിട്ടുണ്ട്. അത് മസ്അലയിലുള്ള തർക്കമാണെങ്കിലോ അവർ തമ്മിൽ വ്യക്തി വിരോധമില്ല കേട്ടോ. 4ാമത്തെ മദ്ഹബായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അക്കാലത്തെ ഭരണാധികാരി അഹ്മദ് ഇബ്നു ഹംബലിനെ കൊണ്ടുപോയി ജയിലിലടച്ചു. ജയിലിലിട്ട് കൈ 2ഉം അടിച്ചു മുറിച്ചു. അഹ്മദ് ഇബ്നു ഹംബലിന് വുളൂ ചെയ്യാൻ വയ്യാതെയായി, നടക്കാൻ വയ്യാതെയായി. ജയിലിൽ കിടന്ന് അവശനിലയിൽ കിടക്കുമ്പോ അഹ്മദ് ഇബ്നു ഹംബലിന്റെ ഉസ്താദാണ് ഇമാമുനാ ഷാഫിഈ. അഹ്മദ് ഇബ്നു ഹംബലിന്റെ ഉസ്താദാണ് ഇമാമുനാ ഷാഫിഈ റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസും അതിന്റെ സനദും കാണാതെ പഠിച്ച മനുഷ്യരാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. 7ാമത്തെ വയസ്സിൽ ഖുർആൻ അതിന്റെ അർത്ഥസഹിതം ഹിഫ്ളാക്കിയ മനുഷ്യനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അതാ രാത്രി കിടന്നുറങ്ങുമ്പോ ഒരു സ്വപ്നം കാണുകയാണ്. ആരെയാണ് സ്വപ്നം കാണുന്നത്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വപ്നം കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ വന്നിട്ട് ഹബീബ് റസൂലുള്ളാഹി തങ്ങള് ഷാഫി ഇമാമിനെ വിളിച്ചിട്ട് പറയാണ്, ഓ ഷാഫി, നിന്നെ
നിന്റെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ ജയിലിൽ കിടന്നുകൊണ്ട് വളരെ വിഷമത്തിലാണ്. വിഷമം അനുഭവിക്കുന്ന നിന്റെ ശിഷ്യനെ നാളെ നീ പോയി സന്ദർശിക്കണം. എന്നിട്ട് ശിഷ്യനെ വിളിച്ചിട്ട് പറയണം, ഉസ്താദിനോട് റസൂലുള്ള പറയാണ്, ആ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബലിനെ വിളിച്ച് നീ പറയണം, വേദനിക്കണ്ട, അഹ്മദ് ബിൻ ഹംബൽ സ്വർഗത്തിലാണ് കേട്ടോ എന്ന് ഉസ്താദിനോട് ശിഷ്യനോട് പറയാൻ പറഞ്ഞേക്കെയാണ്. ആരാണ് പറയുന്നത്? ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ വന്ന് പറയുകയാണ്, ഷാഫി ഇമാമിന് കിബ്റില്ല മക്കളെ. ശിഷ്യൻ ഉസ്താദിനേക്കാ വലുതാകുമ്പോ ഉസ്താദുമാര് കിബ്ർ വെക്കല്ല വേണ്ടത്, ഉസ്താദുമാർക്ക് സന്തോഷാണ് വരേണ്ടത്. ഒരു ശിഷ്യൻ ഉസ്താദിനേക്കാ കഴിവുള്ളവനാകുമ്പോ, ഒരു ശിഷ്യൻ ഉസ്താദിനേക്കാ പ്രശസ്തനാകുമ്പോ, ഒരു ശിഷ്യൻ ഉസ്താദിനേക്കാൾ പ്രഗത്ഭനാകുമ്പോ യഥാർത്ഥ ഉസ്താദുമാര് അവർക്ക് കൽബിൽ കിബറല്ല വരിക, സന്തോഷമാണ് വരിക. ഇപ്പൊ നമ്മുടെ കാന്തപുരം ശൈഖുന സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇന്ന് ലോകത്തെ മുസ്ലിയാക്കന്മാർക്ക്, മൗലിയാമാർക്ക്, മൗലവിമാർക്ക്, പണ്ഡിതന്മാർക്ക് നെഞ്ച് വിരിച്ച് നടക്കാൻ അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദാണ്. ഒരു സംശയം അക്കാര്യത്തിൽ ആർക്കും വേണ്ട. മുസ്ലിയാർക്ക് വക്കീലാവാം, മുസ്ലിയാർക്ക് ജഡ്ജിയാവാം, മുസ്ലിയാർക്ക് ഡോക്ടറാവാം, മുസ്ലിയാർക്ക് കലക്ടറാവാം, മുസ്ലിയാർക്ക് DGP ആവാം, മുസ്ലിയാർക്ക് സുപ്രീം കോടതി ജഡ്ജിയാവാം. അതിൽ തടസ്സമില്ല എന്ന് കാന്തപുരം പ്രാക്ടിക്കലായി തെളിയിച്ചു. അത് ഇസ്ലാമിന്റെ പോളിസിയാണ്. ഉമർ ബിൻ ഖത്താബ്, ഒന്നുറക്കെ പറഞ്ഞോ, ഉമർ ബിൻ ഖത്താബ്, ആ പേര് കേൾക്കുന്നിടത്ത് ശൈത്താൻ വരികയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ ഒരു ശൈത്താൻ ഇളകാണ് ഒരു പെണ്ണിനെ നോക്കുക, ചേക്കുട്ടിയാണ്, കുട്ടിച്ചാത്തനാണ്, കരിങ്കുട്ടിയാണ്, മറ്റതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഇളകുമല്ലോ. അപ്പൊ നമ്മൾ ആരുടെ പേര് പറഞ്ഞിട്ടാ ചെവിയിൽ മന്ത്രിക്കുക? യാ ഗൗസു യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പേര് പറഞ്ഞ് മന്ത്രിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ ശൈത്താന്മാരും മൊയ്തീൻ ശൈഖിന്റെ പേര് കേൾക്കുമ്പോ തന്നെ ഓടിക്കളയും. എന്നാൽ അവരുടെ മേലെ കിടക്കുന്ന ആളാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ പരീക്ഷണാർത്ഥം നോക്കിക്കോ, ആരൊക്കെയാണ് ശൈത്താനുള്ളവന്റെ അടുത്ത് ചെന്നിട്ട് ഒറ്റ പറച്ചല് എന്താ പറയേണ്ടത്? ഫരീഖു ബൈന ഹാഖിൻ വബാതിലിൽ ഖഹറൻ ഖഹറ ഉമർ വലി ഫാറൂഖുല്ലാഹ് അൻഹു റളിയല്ലാഹു. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഒരു ശൈത്താനുള്ളവന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ആ പിശാചി അപ്പ തന്നെ തലതല്ലിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. ഉമറിന്റെ പേര് പറയുന്നിടത്ത് ശൈത്താൻ വരികയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമറിന്റെ നാക്കിലൂടെ സത്യമല്ലാത്തൊരു വാചകം പുറത്തേക്ക് വരികയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത്രമാത്രം പുകഴ്ത്തി പറഞ്ഞ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതത്തിന്റെ പ്രഗത്ഭനാണ്, പ്രശസ്തനാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരൊക്കെ നമ്മുടെ നേതാക്കന്മാരാണ്, അവരൊക്കെ നമ്മുടെ മുൻഗാമികളാണ്. അവർ കാണിച്ചു തന്ന മതമാണ് യഥാർത്ഥമായിരിക്കുന്ന മതം. അവർ കാണിച്ചു തന്ന ഇസ്ലാമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുകയാണ്, അഹ്മദ് ബിൻ ഹംബലിനോട് പോയിട്ട് നീ പറയണോ. ഇമാം ഷാഫിനെ വിളിച്ചിട്ട് പറയാണ് റസൂലുള്ളാഹി തങ്ങള് അഹ്മദ് ബിൻ ഹംബൽ സ്വർഗത്തിലാണ് കേട്ടോ, സ്വർഗത്തിലാണ്. ശിഷ്യനേക്കാൾ ശിഷ്യൻ സ്വർഗത്തിലാണെന്ന് പറയാൻ ഉസ്താദിനോടാണ് അധികാരപ്പെടുത്തുന്നത്. ശിഷ്യന്റെ ദറജ എത്രയാ? അള്ളാഹുവിന്റെ റസൂലാ പറയുന്നത് അഹ്മദ് ബിൻ ഹംബൽ സ്വർഗത്തിലാണെന്ന്. ഉസ്താദിനൊരു ചെറിയ വിഷമം തോന്നുമല്ലോ, ശിഷ്യപത്ര വലിയ ആളായോ, അവൻ പഠിച്ചു ഇന്നേക്കാൾ വലിയ മൊയ്ലിയാരായപ്പോ എന്നല്ല തോന്നിയത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുന്ന്
അന്നത്തെ രാത്രി തന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി നിസ്കരിച്ച് കുളിച്ച് വസ്ത്രം മാറ്റി അത്തർ പുരട്ടി ഒരു നല്ല തുണിയും കുപ്പായും ഒരു നല്ല പുതിയ തുണിയും കുപ്പായും വാങ്ങി ഒരു ചെറിയ കീശയിലിട്ടിട്ട് ജയിലിന്റെ മുമ്പിലേക്ക് നടന്നു പോവുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ തന്റെ ശിഷ്യൻ കിടക്കുന്ന ജയിലിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബലിനെ വിളിക്കുകയാണ്, മോനെ ഇവിടെ വാ. എന്നിട്ട് പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് വെറുതെയല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നലെ രാത്രി സ്വപ്നത്തിൽ വന്ന് എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. നീ സ്വർഗത്തിലാണ്, നീ സ്വർഗത്തിലാണ്, നീ സ്വർഗത്തിലാണ് പോലെ എന്ന് പറഞ്ഞ് ഷാഫി ബാബ കരയുകയാണ്. കരഞ്ഞിട്ട് പറയാണ്, മോനെ നീ ഇപ്പൊ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ആ ധരിച്ചിരിക്കുന്ന കുപ്പായമുണ്ടല്ലോ, ആ ധരിച്ചിരിക്കുന്ന തുണിയുണ്ടല്ലോ, അത് ഉസ്താദിനൊന്ന് ഊരിത്തരണം. പകരം നിനക്ക് ധരിക്കാൻ ഞാൻ നല്ല പുതിയ തുണിയും കുപ്പായവും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ധരിക്കാൻ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പുതിയ തുണിയും കുപ്പായം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പുതിയ തുണിയും കുപ്പായവും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ധരിക്കാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, നീ ധരിച്ചിരിക്കുന്ന ആ പഴയ തുണി കുപ്പായം ഉണ്ടല്ലോ, അത് ഉസ്താദിനെ ഇങ്ങോട്ട് ഊരിത്താ, പുതിയത് നീ അങ്ങ് ധരിക്ക. സന്തോഷത്തോടെ ശിഷ്യനത് വാങ്ങിച്ച് ധരിച്ചു. ആ പഴയ തുണി കുപ്പായും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടിയപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണെന്നറിയോ? ഒരു വലിയ ബക്കറ്റ് അങ്ങ് കൊണ്ടുവന്നിട്ട് ആ ബക്കറ്റിൽ തുണിയും കുപ്പായും അങ്ങിട്ടിട്ട് അതിൽ വെള്ളം അങ്ങ് ഒഴിച്ചിട്ട് ഈ തുണിയും കുപ്പായും ഒന്നങ്ങ് അതിലിട്ട് ഇളക്കിയിട്ട് അതിലുള്ള വെള്ളം എടുത്തിട്ട് ഇമാം ഷാഫി തങ്ങൾ കുറച്ചങ്ങ് കുടിച്ചു. ബാക്കിയുള്ള വെള്ളത്തിന്ന് കുറച്ച് വെള്ളമെടുത്തിട്ട് ഷാഫി ഇമാമ് തന്റെ ശരീരത്തിൽ അങ്ങ് പുരട്ടുകയാണ്. ശിഷ്യന്റെ കുപ്പായം പിഴിഞ്ഞ വെള്ളമോ ശിഷ്യന്റെ തുണി കഴുകിയ വെള്ളമോ ഉസ്താദ് കുടിക്കുകയും ബാക്കിയുള്ളൊരു ശരീരത്തിൽ പുരട്ടുകയുമാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് ഷാഫി ഇമാമ് പറയാണ്, റസൂലുള്ളാഹി സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ മകനല്ലേ, ആ സമയത്ത് ധരിച്ച വസ്ത്രമല്ലേ, അതിന്റെ ബറക്കത്ത് കിട്ടാൻ ഞാനങ്ങടുത്ത് കഴിച്ചതാണ്, കുറച്ച് ശരീരത്തിൽ പുരട്ടിയതാണ്. അതുകൊണ്ട് ഉസ്താദിനേക്കാൾ വലിയ ശിഷ്യൻ വരുമ്പോ, ശിഷ്യനേക്കാൾ വലിയ ഉസ്താദ് വരുമ്പോ അസൂയ പാടില്ല കേട്ടോ. അസൂയ ആലിമീങ്ങൾക്ക് പറ്റിയതല്ല, അസൂയ തങ്ങന്മാർക്ക് പറ്റിയതല്ല, അസൂയ സാധാരണക്കാർക്കും പറ്റിയതല്ല. വിശാലമായിരിക്കുന്ന മനസ്സ് നമ്മുടെ കൽബിലുണ്ടാവണം. ഒരാളുടെ വളർച്ചയിൽ നമ്മൾ അസൂയപ്പെടേണ്ട, ഒരാളുടെ തളർച്ചയിൽ നമ്മൾ സന്തോഷിക്കുകയും വേണ്ട. അല്ലാഹുവാണ് ഗഫൂറുർ റഹീം, അല്ലാഹുവാണ് വലുതാക്കുന്നവൻ, അല്ലാഹുവാണ് ചെറുതാക്കുന്നവൻ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ആ മുസ്ലിമീങ്ങളായ നമ്മൾ ഐക്യത്തോടെ നീങ്ങണമെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടുവരുന്നത്. മദ്ഹബിന്റെ ഇടയിൽ പല പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ട് പോലും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മാലികി ഇമാമിനെ തെറി പറഞ്ഞില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ അഹ്മദ് ബിൻ ഹംബൽ തെറി പറഞ്ഞില്ല. മാലികി ഇമാം ഷാഫി ഇമാമിനെ തെറി പറഞ്ഞില്ല. മാലികി ഇമാം അബൂ ഹനീഫനെ ആക്ഷേപിച്ചില്ല. മസ്അലയിൽ തർക്കമുണ്ടായിട്ട് പോലും അത് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ രണ്ട് ചേരിയിലാണ്. ഞാൻ കണ്ണടച്ചിരുട്ടാക്കിയാൽ ഇരുട്ടാവില്ലല്ലോ, ഞാൻ ഈ സമയത്ത് പന്തം കത്തിച്ച് പിടിച്ചാൽ പകലുമാവില്ലല്ലോ. അതാണല്ലോ ശുജായി ഉസ്താദ് പറഞ്ഞു പോയത്, പകൽ കൽ അടച്ചാൽ ഇരുളാമ പൊട്ട, പന്തം പിടിച്ചാൽ ഫജിറാമ പൊട്ട, പൊട്ടാനി മുൻതുള്ളി പിൻചോര കട്ട, പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി